ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നമ്മുടെ ദോശക്കല്ലിൽ ചിക്കൻ ഗ്രിൽ ചെയ്തെടുക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. ഗ്രില്ല് ചെയ്യാനുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 വെളുത്തുള്ളിയും കൂടി ചേർക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കസൂരി മേത്തി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. കസൂരി മേത്തി ഇല്ലെങ്കിൽ കുറച്ച് ഉലുവപ്പൊടി ചേർത്താലും മതി. ഇനി 2 ടീസ്പൂൺ തൈര്, ഒരു വലിയ നാരങ്ങേൻ്റെ പകുതി കഷ്ണത്തിൻ്റെ നാരങ്ങ നീര്, ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മൾ മസാല നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കനിൽ നല്ലോണം തേച്ച് പിടിപ്പിക്കണം. ഞാനിവിടെ 4 വലിയ കഷ്ണം ലെഗ് പീസാണ് എടുത്തിട്ടുള്ളത്. മസാല നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട് കത്തി കൊണ്ട് നല്ലോണം വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും ഇതുപോലെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിലേക്ക് മസാല നന്നായിട്ട് പിടിക്കും. മസാല നല്ലോണം പിടിച്ചാൽ തന്നെ ഗ്രില്ല് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്യാം. അതിന് നമ്മൾ അരവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇനി നല്ലോണം കൈകൊണ്ട് നല്ലോണം തേച്ച് പിടിപ്പിക്കണം എല്ലാ ഭാഗത്തും. അപ്പോൾ മാരിനേഷനും കഴിഞ്ഞ് ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഒരു ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ എന്നെങ്കിലും മിനിമം വെക്കുന്നത് നല്ലതാണ്. നല്ലോണം ഉള്ളിലേക്ക് മസാല പിടിക്കും. ഒരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമുക്ക് ദോശക്കല്ല് അടുപ്പിൽ വെക്കാം. മീഡിയത്തിനേക്കാളും കുറച്ചുകൂടി താഴെ ഫ്ലെയിമിൽ വെച്ചാൽ മതി. കല്ല് ചൂടാകുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇത് കല്ലിന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചിക്കനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എണ്ണ യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഇനി വേറെ എണ്ണേൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണിത്. ഇനി ഇതിലേക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. ഇനി ചിക്കൻ നന്നായിട്ട് അമർന്ന് വേവണം. അതിന് വേണ്ടിയിട്ട് ചിക്കൻ നല്ലോണം അമർന്ന് നിൽക്കുന്ന രീതിയിലുള്ളൊരു അടപ്പ് വെക്കാം. അപ്പം ചിക്കൻ നല്ലോണം പ്രസ്സായിട്ട് അതിന് വെള്ളമൊക്കെ ഊസൗട്ട് ചെയ്തിട്ട് നല്ലോണം കുക്കായി കിട്ടും. ഒരു ഭാഗം 20 മിനിറ്റ് മീഡിയത്തിനേക്കാളും ലോ ഫ്ലെയിമിൽ കുക്കായതിനു ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറ്റേ ഭാഗവും 20 മിനിറ്റ് തന്നെ കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഇതേ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് നല്ലോണം പ്രസ് ചെയ്തിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 ഭാഗവും നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് നോക്കാം. ഇനി കൂടുതലായിട്ട് എരിയണം എന്നൊക്കെ ഉള്ള ആൾക്കാർ കുറച്ചുകൂടി സമയം ഒരു 10 മിനിറ്റ് കൂടി കൂടുതൽ വെച്ചാൽ മതി. അപ്പോൾ നല്ലോണം ബ്രൗൺ കളറായി കിട്ടും. അപ്പോൾ നമ്മൾ ചിക്കൻ ഗ്രില്ല് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിൻ്റെ അടുത്ത് തന്നെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.